നമസ്കാരം. പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ അലക്സ് മാത്യു ആണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. കോട്ടയത്തെ സംഗീത ഗ്രൂപ്പുകളിലെ നിറസാന്നിധ്യമാണ്. വർഷങ്ങളായി സംഗീതത്തെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുമാണ്. ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട ചില ഗാനങ്ങളാണ് ഇവിടെ ആലപിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മാത്രമല്ല, ഇതെല്ലാവർക്കും പ്രിയപ്പെട്ട ഗാനങ്ങളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൊസ്റ്റാൾജിക്കായിട്ടുള്ള ചില പഴയ ഗാനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യ ഗാനമായി ഞാൻ ആലപിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെമ്പരത്തി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ പ്രശസ്തമായ യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനം മലയാളികൾക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഗാനം കൂടിയാണ്. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാദയായി അകത്തു വരൂ. ചക്രവർത്തിനി. പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ രചിച്ച് ബാബുരാജ് മാസ്റ്റർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തതായി. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ MK അർജുനൻ സംഗീതം നൽകിയ ഗാനമാവട്ടെ അടുത്തത്. പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ, പനിനീരുതിരും രാവിൽ. പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ, പനിനീരുതിരും രാവിൽ. കുരുവീണക്കുരുവി കുരുവീണക്കുരുവി. ഓക്കെ സാർ, വളരെ നന്നായിട്ടുണ്ട്. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോവാം. ഇനി ഏതാണ് സാറിൻ്റെ അടുത്ത ഇഷ്ടഗാനം? മലയാളി അല്ലാഞ്ഞിട്ട് കൂടി മലയാളികൾക്കേറെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഗാനമാണ് അടുത്തത്. സനിൽദ, അദ്ദേഹം മലയാളികൾക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഹൃദയഹാരിയായ ഒരുപാട് ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. മറക്കാൻ പറ്റാത്ത സംഗീത സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ എന്നുള്ള പാട്ടാണ്? സമയമായില്ല പോലും എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് രചിച്ച് സലിൽദ ഈണം നൽകിയ ഗാനമാണ്. ഓക്കെ സാർ, നമുക്കൊന്ന് കേൾക്കാം. ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. ശ്യാമമേഘമേ
നീ എൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ, എൻ്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ, ശ്യാമമേഘമേ നീ എൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. ശ്യാമമേഘമേ പ്രേമദൂതുമായി ദൂരെ പോയി വരൂ. മേഘസന്ദേശമാണ് സംഗതി അല്ലേ? അതെ, വളരെ മനോഹരമായി അദ്ദേഹം അത് ഈണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ പാട്ട് കേൾക്കുമ്പോൾ മലയാളികൾക്ക് വല്ലാത്തൊരു ഗൃഹാതുരത്വം തോന്നുന്നുണ്ട്. ഇനി ഏതാണ് സാർ അടുത്ത പാട്ട്? ജോൺസൺ മാസ്റ്റർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു സംഗീത സംവിധായകനാണ്. ഒട്ടനവധി നല്ല ഗാനങ്ങൾ മലയാള സിനിമ ശാഖയ്ക്ക് സംവിധാനം ചെയ്ത അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കാലാതീതമായി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ ഒരു ദുരന്തമായിരുന്നു. അതെ, വളരെ കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നു. അതെ, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുമൊക്കെ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചു. ട്രെയിനിൽ നിന്ന് വീണാണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്തതിന് ശേഷം അദ്ദേഹം വീണ്ടും സിനിമാ രംഗത്ത് സജീവമായെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളും മരണപ്പെട്ടു. ഒരു കുട്ടി സംഗീത സംവിധായകയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും അദ്ദേഹത്തിന് നമ്മളെല്ലാവിധ ഈ പറഞ്ഞോണം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. അദ്ദേഹം പ്രതിഭാധനനായ ഒരു സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിലൊക്കെ സംഗീതം സ്വാഭാവികമായി കുടികൊള്ളുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇളയരാജ സാറിനെയൊക്കെ പോലെ സംഗീതം അവരിൽ സ്വതസിദ്ധമായി തന്നെ കുടികൊള്ളുന്ന ആത്മാക്കളാണ്. തൃശ്ശൂർ ബേസ്ഡ് ആണ് അദ്ദേഹം. അദ്ദേഹം തൃശ്ശൂർ ചർച്ച് മ്യൂസിക്കിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. പിന്നീട് ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായി സഹായിയായി വരികയായിരുന്നു. അദ്ദേഹത്തിന് തനതായ ഒരു ശൈലിയും വേറിട്ട ഒരു ശൈലിയും സ്വന്തമായുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ രചിച്ച അദ്ദേഹം സംഗീതം നൽകിയ ഗാനമാണ് എടുത്തത്. ശരി സർ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി അതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ആ പാട്ട് ശരിക്കും നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, ഒരു അമൃതവർഷിണി പോലെ അല്ലേ, ഒരു അമൃതം ചൊരിയുന്ന ഒരു പാട്ടാണത്. നമുക്കിനി അടുത്ത ഗാനത്തിലേക്ക് പോകാം സാർ. അടുത്ത ഗാനം മലയാളികൾക്ക് പ്രിയങ്കരനായ മറ്റൊരു സംഗീത സംവിധായകനായ കെ രാഘവൻ മാസ്റ്ററുടേതാണ്. കെ രാഘവൻ മാസ്റ്റർ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ആദരവ് മലയാളികളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സിനിമാ രംഗത്ത് നിന്ന് അദ്ദേഹം അവസാനമൊക്കെ ഒഴിവാക്കപ്പെട്ടു പോയി എന്നൊരു സംഗതി ഉണ്ട്. ശരിയാണ്, അദ്ദേഹം അവസാന കാലത്ത് സംഗീത സംവിധാനം ചെയ്തിരുന്നില്ല. അസുഖബാധിതനായി ദീർഘനാൾ കിടപ്പിലായിരുന്നു. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ സിനിമാ രംഗത്ത് നിന്നും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറയുകയും മറ്റും ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. അതെ, അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം, ഈ പറയുന്ന അവാർഡ്, ദേശീയ അവാർഡ് പോലുള്ള അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയില്ല എന്നുള്ളതും വളരെ നിരാശാജനകമായ കാര്യമാണ്. അദ്ദേഹം മലയാളികൾക്ക് മലയാളത്തിൻ്റെ ഫോക്ക് സംഗീതം തൻ്റെ രചനയിൽ കൂടി പകർന്നു നൽകിയ ഒരു സംഗീത സംവിധാനം. നാടൻ ശീലുകൾ, കായലരികത്തു വലയെറിഞ്ഞപ്പോൾ പിന്നെ അപ്പോഴും പറഞ്ഞില്ലേ പോകണ്ട പോകണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നാടൻ ശീലുകളിലൂടെയും അല്ലാതെയും മലയാളിക്ക് വളരെ നല്ല പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് കെ രാഘവൻ. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടാണ് സർ പാടുന്നത്? അദ്ദേഹത്തിൻ്റെ യുദ്ധകാന്ഡം എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പ് സാർ രചിച്ച് രാഘവൻ മാസ്റ്റർ സംഗീതം നൽകിയ ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഗാനമാണ്. ശ്യാമസുന്ദര പുഷ്പമേ. ഓക്കെ. ശ്യാമസുന്ദര പുഷ്പമേ
എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പു ഞാൻ, ധ്യാനലീനമീരിപ്പു ഞാൻ, ഗാനമെന്നേ മറക്കുമോ, എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ. ശ്യാമസുന്ദര പുഷ്പം എന്ന് വെച്ചാൽ കറുത്ത സുന്ദരമായ പുഷ്പം എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്നായിരിക്കാം കവി ഉദ്ദേശിക്കുന്നത്. പക്ഷേ കറുത്ത പുഷ്പം കവികളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഏത് പുഷ്പത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. കറുപ്പിന് അതിൻ്റെതായ 7 അഴകുണ്ട്. അത് കവിയുടെ മനസ്സിൽ ചെല്ലുമ്പോൾ അത് കുറച്ചുകൂടെ 8 അഴകോ 9 അഴകോ ഒക്കെ ആയിട്ട് മാറിയേക്കാം. അതിൻ്റെ കൂടെ അതിന് അനുയോജ്യമായ ഈണം കൂടി ചേരുമ്പോൾ അത് വളരെ മനോഹരമായ, സാഹിത്യപരമായും സംഗീതപരമായും വളരെ മനോഹരമായ പാട്ടായി തീർന്നു. അത് നമ്മുടെ ഒരു സൗഭാഗ്യമാണ്. ഓക്കെ സർ, നമുക്കിനി അടുത്ത ഗാനത്തിലേക്ക് പോകാം. ദക്ഷിണാമൂർത്തി സ്വാമി ഏറെ പ്രിയങ്കരമാണ് മലയാളികൾക്ക്. മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഒട്ടേറെ നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. പൂർണ്ണമായും കർണാട്ടിക് സംഗീത ശാഖയിൽ പ്രാഗൽഭ്യം നേടിയ അദ്ദേഹത്തിന് കർണാട്ടിക് രാഗങ്ങളെ അടിസ്ഥാനമാക്കിയ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റുകളായി മാറിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ഗാനം ഉദയം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകിയ ഗാനം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ, എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനേ, എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ, എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ. നന്നായിട്ടുണ്ട് സർ, വളരെ നന്നായിട്ടുണ്ട് സാർ. ദക്ഷിണാമൂർത്തി സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മഹാനായ സംഗീതജ്ഞനാണ്, അഭിമന്യനാണ്. അദ്ദേഹം നേരിട്ട് പാടിയ ഒരു പാട്ടുണ്ട്, അദ്ദേഹം തന്നെ പാടിയൊരു പാട്ട് ഉണ്ട്. വളരെ ചുരുക്കമായ അദ്ദേഹം സിനിമയിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളൂ. അത്തരത്തിലൊരു ഗാനമാണ് അദ്ദേഹം പാടിയ. അതൊരു ഹാസ്യഗാനമാണ്. ഒന്ന് പാടാമോ? നഗരാതി എണ്ണയുണ്ട്, സഹചരാതി കുഴമ്പുണ്ട്, പടവലാതി ലേഹ്യമുണ്ട്, വേണ്ടി വന്നാൽ അലവലാതി നെയ്യുമുണ്ടിപ്പോൾ. നഗരാതി എണ്ണയുണ്ട്, സഹചരാതി കുഴമ്പുണ്ട്. അതൊരു ഹാസ്യ രംഗത്തിന് വേണ്ടി അദ്ദേഹം പാടി. ഒരുപക്ഷെ ഈ പാട്ട് ഇതേപോലെ പാടാൻ വേറൊരു ഗായകനെ കിട്ടാത്തത് കൊണ്ടാവാം അദ്ദേഹം അത് നേരിട്ട് പാടി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. അതെ അതെ, എങ്കിലും ആ രംഗത്തിന് അതിൻ്റേതായ ഒരു ഭാവം കിട്ടത്തുള്ളൂ. ഓക്കെ സർ, നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകാം. മലയാളി അല്ലെങ്കിൽ കൂടി മലയാളികൾക്ക് ഒത്തിരി നല്ല ഹിറ്റ് ഗാനങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ച് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് വിദ്യാസാഗർ. അദ്ദേഹം തമിഴിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് നല്ല ഗാനങ്ങൾ, ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അത്തരത്തിലൊരു ഗാനമാണ് ഇനിയുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് അദ്ദേഹത്തിൻ്റെ ഗാനത്തിന് വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി നമുക്കറിയാം, മലയാളികൾ നെഞ്ചിലേറ്റിയ വളരെ പ്രതിഭാധനനായ, നമ്മെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ഒരു വ്യക്തിയായിരുന്നു. സൂര്യകിരീടം തകർന്നടിഞ്ഞു, സൂര്യകിരീടം വീണുടഞ്ഞു. അതെ, അത് അദ്ദേഹം വളരെ പ്രതിഭാധനനായ, അങ്ങനെ എടുത്തു പറയാവുന്ന ഒത്തിരി നല്ല ഗാനങ്ങൾ മലയാളികളുടെ സാഹിത്യ ഭംഗി കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒട്ടനവധി നല്ല ഗാനങ്ങൾ സംഭാവന. അദ്ദേഹത്തിന് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇവിടെ സാറ് പാടാൻ പോവാണ്. ഓക്കെ സർ, നമുക്കൊന്ന് കേൾക്കാം.
ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ തനിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. അതെ, വളരെ കൃത്യമായും ആ ഭാവം, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭാവം ആ സംഗീതത്തിൽ വരുത്താൻ, ആ പാട്ടിൽ വരുത്താൻ കഴിയുന്നൊരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. ശരി സാർ, ഇനി നമുക്ക് അടുത്ത പാട്ട് ഏതാണെന്ന് നോക്കാം. പി ഭാസ്കരൻ മാസ്റ്റർ രചനയിൽ AT ഉമ്മർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനമാവട്ടെ അടുത്തത്. ഇത് പാടിയിരിക്കുന്നത് KP ബ്രഹ്മാനന്ദനാണ്. KP ബ്രഹ്മാനന്ദൻ. വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ അദ്ദേഹം മലയാള സിനിമയിൽ ആലപിച്ചിട്ടുള്ളെങ്കിൽ കൂടി ആ പാട്ടുകളൊക്കെയും ഹിറ്റുകളായിരുന്നു. നീലനിശീധിനി പോലെയുള്ള ഗാനങ്ങൾ. അദ്ദേഹത്തിനും ആവശ്യമായ അംഗീകാരവും അവസരങ്ങളും ലഭിക്കാതെ പോയ ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധികൾക്ക് തക്ക അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ പാട്ടിൻ്റെ ശില്പികൾ 3 പേരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. 3 പേരെ നമ്മൾ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഓർക്കുന്നു, അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം. ഓക്കെ സാർ. പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. വളരെ മനോഹരമായിട്ട് സാറത് പാടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് ജെറി അമൽദേവിൻ്റേതാണ്. ജെറി അമൽദേവ്. അതെ, മലയാള സിനിമയിലേക്ക് വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവന്ന, വെസ്റ്റേൺ ട്യൂണുകൾ സന്നിവേശിപ്പിച്ച പ്രതിഭാധനായ, മനോഹരമായി സന്നിവേശിപ്പിച്ച ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം നടത്തിയത്. ഇവിടെ മോഹൻലാലിൻ്റെയും ഫസ്റ്റ് സിനിമ. അതെ, ഇപ്പോഴും അദ്ദേഹം സജീവമായി ഈ രംഗത്ത് നിൽക്കുന്നു. ബിച്ചു തിരുമലയാണ് ഈ ഗാനം രചിച്ചത്. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതിനകത്ത് എല്ലാ പാട്ടുകളും ആ സിനിമ പോലെ തന്നെ ഹിറ്റുകളായിരുന്നു. മഞ്ഞണിക്കൊമ്പിൽ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ അതിനകത്ത്, എല്ലാ പാട്ടുകളും. അതിനുശേഷം വന്ന നോക്കത്ത ദൂരത്തെ കണ്ണും നട്ട്, എന്നെന്നും കണ്ണേട്ടൻ്റെ, അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളുണ്ട്. ഓക്കെ സാർ, നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. മിഴിയൂരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലു മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഓക്കെ സാർ, അപ്പോൾ പീപ്സ് യൂട്യൂബ് ചാനലിന് ഇത്രയും സമയം അനുവദിച്ചതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, അങ്ങയുടെ അതിമനോഹരമായ ശബ്ദം നമ്മുടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ ഇട നൽകിയതിന് ഒക്കെ നന്ദി പറയുന്നു. വളരെയധികം നന്ദി സാർ. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. സംഗീതരംഗത്ത് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹം എന്നോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത് ചെയ്തത്. ഇനിയും ഒട്ടനവധി ഗാനങ്ങൾ മനസ്സിൽ അടുക്കിയിരിപ്പുണ്ട്. പക്ഷേ നമുക്ക് സമയപരിധിയുണ്ട്, ചാനലിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ചില ഗാനങ്ങൾ
അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് അടുക്കിയെടുത്ത് ഒരു പിടി ഗാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.